ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി അടിയൊക്കെ ആയിരുന്നു നമ്മളെ മാർക്കറ്റിൽ വന്നത്. നമ്മളെ മാർക്കറ്റ് ആ രീതിക്ക് വ്യക്തമായിട്ടൊരു കയറ്റമൊക്കെ മാർക്കറ്റ് പ്രതീക്ഷിച്ച് വന്ന മാർക്കറ്റായിരുന്നു. പക്ഷെ എന്ത് പറ്റുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ചിൽ കിടന്ന ബാങ്ക് നിഫ്റ്റി ആ റേഞ്ചൊക്കെ പൊട്ടി ആശാൻ താഴേക്ക് ഇറങ്ങി വന്ന് ഇന്ന് കൃത്യമായിട്ടൊരു ഡൗൺവേർഡ് ഒരു സ്പൈക്കോട് കൂടിയ സെല്ലിംഗ് താഴേക്ക് വന്നു. അതേപോലെ നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റിക്കും ഒരു ലാസ്റ്റ് മിനിറ്റിൽ എന്താണ് ഒരു സെല്ലിങ് കൃത്യമായിട്ട് താഴേക്ക് നിഫ്റ്റിക്കും വന്നു. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതുകൂടാതെ നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ഡെൽറ്റ ബാർ നോക്കിയാൽ ലാസ്റ്റ് കുറച്ച് സെല്ലിംഗ് ഒക്കെ ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. അതേപോലെ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിയും ലാസ്റ്റ് കുറച്ച് സെല്ലിംഗ് വന്ന ഒരു പ്രൊഫൈറ്റും കൂടെ ഇന്ന് കൃത്യമായി വന്നത് നമ്മൾ ഫ്യൂച്ചേഴ്സ് നോക്കുന്ന സമയത്ത്. അപ്പോൾ നിഫ്റ്റി നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബാലൻസ് ഏരിയയുടെ ഒരു ലെവല് പൊട്ടിയിട്ട് ആശാൻ താഴേക്ക് ഇറങ്ങി ക്ലോസ് ചെയ്തു. ഇന്ന് ഓൾമോസ്റ്റ് ലോവർ ലെവൽ, അതായത് കഴിഞ്ഞ ഈ ഒരു ഏരിയയുടെ ലോവർ ലെവലിൻ്റെ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ചുരുക്കി പറഞ്ഞാൽ ആ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ലോവർ ലെവലിലൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ചുരുക്കി ഇപ്പം പറയുകയാണെങ്കിൽ നല്ല രീതിയിലൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലെ ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ആ സെല്ലിങ് കൃത്യമായ രീതിയിൽ ആ ലോവർ ലെവലൊക്കെ വന്ന് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ട് സോണിൻ്റെ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് ക്ലോസ് ചെയ്തത്. ബാങ്കിനെ സംബന്ധിച്ച് അത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ആ ഒരു ആ ഒരു ഇമ്പോർട്ടൻറ്റ് സെല്ലിംഗ് സോണിൻ്റെ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു സെല്ലിങ്ങിൻ്റെ ഒരു പ്രീമച്വർ അല്ലെങ്കിൽ ഒരു അവസാന നിമിഷം വന്ന ഒരു സെല്ലിംഗ് ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റിൽ. ഉച്ചവരെ കിടന്ന് അനങ്ങി ഉറക്കം തൂങ്ങി നിന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകിട്ട് 2:45 തുടങ്ങിയൊരു അടിയായിരുന്നു ആശാന് സംഭവിച്ചു. സ്പൈക്ക് വന്ന ക്ലോസ് 54,375 തൊട്ട് 54,180 വരെ, 180 അല്ല 54,000 ആ ഒരു റേഞ്ച്, 54,180 വരെയുള്ള റേഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്പൈക്ക് ക്ലോസിംഗ് ആണ്. നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ട് സോൺ, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് കയറി വീണ്ടും വന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നാളെ നമ്മളെ മാർക്കറ്റിൽ നമ്മളെ മാർക്കറ്റിലല്ല, നമ്മുടെ നിയമച്ചയുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മോക്ക് ഡ്രില്ല് പലയിടത്തും നടക്കുകയാണ്. അതായത് മിസൈലിനെ കുറിച്ച് വരാനും ബാക്കിയുള്ള അലാറംസ് ഒക്കെ ചെയ്യുന്ന 244 എന്തോ പ്ലേസുകളിലാണ് ഇത് ചെയ്യുന്നത്. അതിൽ നമ്മളെ കേരളത്തിലെ ട്രിവാൻഡ്രവും കൊച്ചിയിലും അത് ചെയ്യണം. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ യുദ്ധം വരുമോ, യുദ്ധം കാണുമോ, ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് നമ്മളെ കയ്യിൽ ആർപ്പുറത്തെ കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് പല ട്വിറ്റർ ഹാൻഡിലുകളൊക്കെ പലതും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് രാത്രി 8 മണിക്ക് ഡിമോണിറ്റൈസ് ചെയ്തപോലെ നരേന്ദ്രമോദി രാത്രി 8 മണിക്ക് വന്ന് വീണ്ടും പറയാൻ പോകണമെന്ന്. അതിനായ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല, ചുമ്മാ പറയുന്നത് ഒരു മീറ്റിംഗിൽ മോഡി പങ്കെടുക്കുകയാണ്, അത് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഈ ട്വിറ്റർ ഹാൻഡിൽ പലതും എന്താണ് ഈ കുഴപ്പം, ഈ കലക്കം വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻ പിടിക്കാൻ വേണ്ടി അവർ കലക്ക വെള്ളം ക്രിയേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ഫേക്ക് ന്യൂസുകളൊക്കെ പടച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അമേരിക്കൻ മാർക്കറ്റ് അടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നാസ്ഡാക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഫ്യൂച്ചേഴ്സിൽ S&P മിനി ഇറങ്ങി, എല്ലാം പൊതുവേ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റൊക്കെ കൃത്യമായ രീതിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗോ ചാർട്ടിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ട്. ഗോ ചാർട്ടിങ്ങിൻ്റെ ബാക്കി ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും ഗോ ചാർട്ടിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വ്യക്തമായിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ എല്ലാ അക്രോസ് ദ സെക്ടറിൽ കിട്ടുന്നത്. ഇപ്പോൾ ഗോൾഡ് ആയാലും എന്തായാലും മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് കിട്ടുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലെവലും ട്രെൻഡിങ് സെറ്റപ്പും പ്രൊഫൈലും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡറെ സംബന്ധിച്ച് ഇതിൽ പകരം വേറെ ഒരു പരമാനന്ദവും ഇല്ലാത്ത രീതിയിലാണ് ഈ ഗോ ചാർട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഗോ ചാർട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പ്രൊമോ കോഡ് അയച്ചു തരാം. അതിൽ നിങ്ങൾക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാനിന് 20% ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുവഴി യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഗോ ചാർട്ടിങ് വഴി അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാം. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു കിട്ടില്ല പ്ലാറ്റ്ഫോം. ട്രേഡിംഗ് വീണാക്കാട്ടും കുറച്ചും കൂടെ പ്ലാറ്റ്ഫോമാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൻ്റെ ചാർട്ട്സ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഓപ്ഷൻസിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സ് ഒക്കെ ട്രേഡിംഗ് വ്യൂ ഒന്നും കൊടുക്കാറില്ല. നല്ല കിട്ടില്ലമായിട്ട് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ഓപ്ഷൻ ചാർട്ടൊക്കെ വ്യക്തമായ രീതിയിൽ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗോ ചാർട്ടിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് നോക്കേണ്ടത് ഈ ബാങ്ക് നിഫ്റ്റി വളരെ ബ്രിമ്മിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 54,180 എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണിൻ്റെ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ POC നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കൂടെ ആയതുകൊണ്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത് POC ആണ്.
സോ ഇന്നത്തെ POC വന്നിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നല്ല ലോവർ ലെവലിൽ ഇറങ്ങി വന്ന് സെയിം ലെവലാണ്. അപ്പോൾ നമ്മുടെ POC വന്ന് ഇന്ന് നിൽക്കുന്നത് പഴയ POC ഉണ്ടെങ്കിൽ ഇന്നത്തെ POC ആയ 54,530 നമ്മളെ POC. സോ ഞാൻ ആ POC മാറ്റണം, 54,530 നമ്മളെ POC. അത് ഞാൻ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് 535 പോലെ ആക്കിയിട്ട് താഴത്തെ എന്താണ് നമ്മുടെ താഴത്തെ ഒരു സപ്പോർട്ട് ലൈൻ കിടക്കുകയാണ്. അത് അപ്പം 54,530 ബാങ്ക് നിഫ്റ്റിയുടെ POC. ആ താഴത്തെ ലെവലിൽ താഴേക്ക് കൊണ്ടുവന്നാണേ എനിക്ക് വരയ്ക്കാൻ വേണ്ടി. സോ നമ്മളെ സംബന്ധിച്ച് ആ POC താഴേക്ക് വന്നിട്ടുണ്ട്. ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 54,180, അല്ലെങ്കിൽ ഇത് 180 എന്നെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. 54,180 നമ്മളെ തുമ്പി നിൽക്കുകയാണ്. 54,180 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫ്രഷ് സെല്ലിംഗ് വരാം. ഫ്രഷ് സെല്ലിംഗ് ഇങ്ങോട്ട് വരാം. ഫ്രഷ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,000 ഭാഗത്തേക്ക്. എത്രയാണ്? S1 എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 54,000 ഭാഗത്തേക്ക് വരാം. 54,000 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ്. അതിന് താഴെ S2 എന്ന് പറഞ്ഞാൽ 53,821 ഭാഗത്തേക്ക് വരാം. 53 ഇതൊക്കെ സിംഗിൾ പ്രിന്റുകൾ ഫില്ല് ചെയ്യാനുള്ള 53,821 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ അടുത്ത വരാവുന്ന S3 എന്ന് പറയുമ്പം 53,557. S3 എന്ന് പറയുമ്പം 53,557 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 53,557 ഭാഗത്തേക്ക്. 53,557 ഭാഗത്തേക്ക് വരാം. 53,557 ഭാഗത്തേക്ക് വരാം. ഇതാണ് S3 എന്ന് പറഞ്ഞൊരു പാർട്ട്. ഞാൻ ഇന്ന് S3 വരച്ച വേറെ ഒന്നും കണ്ടല്ല, നമുക്ക് സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാനത് വരച്ചത്. സോ S1 ആയി, S2 ആയി, S3 ആയി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. S1 ആയി, S2 ആയി, S3 ആയി ബാങ്ക് നിഫ്റ്റി. ഇപ്പം ക്ലിയർ ആയല്ലോ. ഇപ്പോൾ S1 എത്രയാണ്? 54,180 പൊട്ടുകയാണെങ്കിൽ 54,000, 53,821, 53,615 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് റെഫറൻസ് എത്രയാണ്? ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു 54,862 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. 54,865 മുകളിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിൽ എന്ന് പറയും പോലെ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വരും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 55,101. എത്രയാണ്? 55,101 ഭാഗത്തേക്ക് പോവാം. R1 എന്ന് പറഞ്ഞാൽ അവിടെ വരാം. അതിന് മുകളിൽ R2 എന്ന് പറയുന്നത് എവിടെ വരെ പോവാം? R2 എന്ന് പറയുന്നതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 55,355. അതാണ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. 55,355 ഭാഗത്തേക്ക് വരാം. R2ന് മുകളിൽ ഞാൻ വരയ്ക്കുന്നില്ല, കാരണം താഴേക്ക് വരുന്ന പ്രൊഫൈൽ ആയതുകൊണ്ട് R1 R2 മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച് എങ്ങനെയാണ്? നമ്മളെ മുകളിലോട്ട് മാർക്കറ്റ് കയറി പോവുകയാണെങ്കിൽ 54,865 മുകളിൽ നിങ്ങൾക്ക് ബുള്ളിഷ് പൊസിഷനിലേക്ക് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 55,101, 55,355. ഇതായിരിക്കും നമ്മളെ ബാങ്ക് നിഫ്റ്റി ലെവൽ. ഇനി താഴേക്ക് ബെയറിഷ് റെഫറൻസ് എവിടെയാണെങ്കിൽ 54,180 പൊട്ടുകയാണെങ്കിൽ 54,000, 53,821, 53,615 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കിനി നോക്കേണ്ട നിഫ്റ്റിയുടെ പ്ലെയർ. നിഫ്റ്റി അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയിൽ നിഫ്റ്റി പൊട്ടി താഴേക്ക് ഇറങ്ങി വന്നിട്ട് നിഫ്റ്റി ആ ഒരു ലെവലിൽ പൊട്ടിയിട്ടില്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് 23,263 താഴെ മാത്രമേ ഞാൻ സെല്ലിങ് എടുക്കൂ. കാരണം നിഫ്റ്റിയെ സംബന്ധിച്ച് 23,860, കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,260 താഴെ, 24,224 ഇപ്പോഴും മാറിയപ്പോൾ 24,260 താഴെ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് റെഫറൻസ് നിങ്ങൾ എടുത്താൽ മതി. നിഫ്റ്റി എന്നത് POC നിഫ്റ്റി ഞാൻ ഈ ഒരു പ്രൊഫൈലുകളെല്ലാം ഞാൻ മെർജ് ചെയ്യുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് രണ്ട് സെയിം പ്രൊഫൈലാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ നിഫ്റ്റിയുടെ ഈ ഒരു സെല്ലിങ് നമ്മൾ 24,260 താഴെ മാത്രമേ ഉള്ളൂ. നമ്മൾ മെർജിൻ്റെ POC എന്ന് പറഞ്ഞാൽ 24,360
24,354 POC. എത്രയാണ്? 24,354. 24,354 ആണ് നമ്മുടെ POC. നിഫ്റ്റിക്ക് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. ആ ഭാഗത്തൊക്കെ തന്നെയാണ് കൃത്യമായ രീതിയിൽ കിടക്കുന്നത്. നിഫ്റ്റിക്ക് വലിയ മാറ്റമൊന്നുമില്ല. 24,260ക്ക് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം 24,180യുടെ ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 24,180ന്റെ ഭാഗത്തേക്ക് സ്പോട്ട് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ വരാം. അതിന് താഴെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 24,92ന്റെ ഭാഗത്തേക്ക് വരാം. 24,092ന്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ തേർഡ് ടാർഗറ്റ് നിലയിൽ നമുക്ക് എടുക്കാം 24,000 എടുക്കാം. എത്രയാണ് തേർഡ് ടാർഗറ്റ് നിലയിൽ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,000ന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റി സ്പോട്ടിന് വളരെയധികം കൂടുതൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയാൽ ഈ പറഞ്ഞ ലെവൽസ് ഒക്കെ വ്യക്തമായ രീതിയിൽ ടച്ച് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ഇനി നമ്മൾ ബൈയിങ് സെൻസ് എപ്പോഴും ഓർത്തോളുക. നിഫ്റ്റിയിൽ 455 അല്ലെങ്കിൽ 465 മുകളിൽ നിന്നാൽ മാത്രമേ ബൈ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പഴയ ലെവലിന് വീണ്ടും ആക്റ്റീവ് ആവും. ഇതേ ലെവൽ 548, 629, 629 വരെ പോവാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ അപ്പർ ലെവലിൽ ഒരു മാറ്റവും ഇല്ല. മാർക്കറ്റ് ഒരു റേഞ്ച് ആയതുകൊണ്ട് നിഫ്റ്റിക്ക് ഈ ലെവലൊന്നും മാറ്റമില്ലാത്തത്. ഈ ലെവൽസ് നിങ്ങൾ വ്യക്തമായ രീതിയിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് രീതിയിൽ ട്രേഡ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും പറ്റും. സോ അതുകൂടാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫിൻ നിഫ്റ്റി എത്ര. ഫിൻ നിഫ്റ്റി പറയുന്നു, ഫിൻ നിഫ്റ്റി ഇത് നമ്മുടെ ഈ പറഞ്ഞ ഈ ലെവലുകളെല്ലാം പൊട്ടി താഴേക്ക് നിൽക്കുകയാണ്. അപ്പം ഫിൻ നിഫ്റ്റി ആയാലും മിഡ് ക്യാപ്പ് ആയാലും എല്ലാം ഒരു സെല്ലിംഗ് പ്രഷർ ലാസ്റ്റ് മിനിറ്റിലേക്ക് മാർക്കറ്റിൽ വന്നിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ ഒരു താഴേക്ക് വരാം. ഇല്ല എങ്കിൽ ഈ ലെവലിലൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നല്ല ഷോർട്സ് ഉള്ള മാർക്കറ്റാണ് ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഷോർട്സ് സസ്റ്റെയിൻ ചെയ്യുമോ, നമ്മൾ ഇനി യുദ്ധത്തിൻ്റെ എന്തെങ്കിലും കാരണം കാണുമോ, ഇതൊക്കെ അറിയണമെങ്കിൽ മാർക്കറ്റിൽ നാളെയുള്ള ഒരു മോർണിംഗ് ആക്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ ഡെസ്റ്റിനി ട്രേഡേഴ്സ് സമ്മിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഈ വരാൻ പോകുന്ന മെയ് 16, 17 ട്രിവാൻഡ്രത്ത് ഹോട്ടൽ റെസിഡൻസി ടവറിൽ വെച്ചാൽ നടക്കുന്നത്. ഇതിൽ 5 സ്പീക്കേഴ്സ് ഉണ്ട്, ഒരു ലൈവ് ട്രെയിനിങ് ഡേ ഉണ്ട്, 5 സെഷൻസ് ഉണ്ട്. മാർക്കറ്റിനെ കുറിച്ചുള്ള ഷിജുമോൻ ആൻ്റണി, സുനിൽ മത്തായി, അനിൽകുമാർ, അങ്കദ് മുത, വിഷ്ണു ഗുപ്ത, അതായത് ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു പാനലിൻ്റെ എക്സ്പീരിയൻസ് കോഴ്സുകളൊക്കെ, അതായത് മാർക്കറ്റിലെ സ്കാൽപ്പിംഗ് മെത്തേഡ്സിനെ കുറിച്ചുള്ള, സൈക്കോളജിയെ കുറിച്ചുള്ള, AI യൂസിങ് ട്രേഡിങ്ങിനെ, അത് AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് ട്രേഡ് എങ്ങനെ ചെയ്യാം, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ഫുള്ളി പാക്ഡ് ആയ ഒരു സെഷൻസ് ഒക്കെ ഉള്ള ഒരു ഈവൻ്റാണ് ഈ വരാൻ പോകുന്ന ഡെസ്റ്റിനി 2025. ഇതിന് നമ്മുടെ ഫോളോവേഴ്സിന് ഞാനൊരു ഓഫർ പാക്ക് കൊടുത്തായിരുന്നു. 1,999 എന്ന് പറഞ്ഞ് 2 ഡേയ്സിൻ്റെ ഓഫർ പാക്ക് ഞാനത് കൊടുത്തായിരുന്നു നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട്. അപ്പം ഇനി ഒരു കൂടിപ്പോയ ഒരു കുറച്ച് സീറ്റിൽ 6-7 സീറ്റ് മാത്രമേ ഉള്ളൂ. നമുക്കിതൊരു വളരെയധികം ഇൻട്രാക്റ്റീവ് ആയിട്ട് രീതിയിലുള്ള സെഷൻ, അതായത് നമ്മൾ മാക്സിമം പാർട്ടിസിപ്പൻസ് 50 to 60 ആണ്. ഒന്ന്, എല്ലാവർക്കും വരുന്ന സ്പീക്കേഴ്സുമായിട്ട് സംസാരിക്കുവാനും ഇൻട്രാക്ട് ചെയ്യാനും അതുകൂടാതെ പാർട്ടിസിപ്പൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള അതായത് ഇതെല്ലാം സമയം വേണം. അപ്പോൾ ഈ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതിൽ ബുക്ക് ചെയ്യാൻ നിങ്ങൾ ഈ കാണിച്ച തമ്മിലിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ആ ഓഫർ പാക്ക് ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവാണ്. നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പാക്ക് ഞാനത് റിമൂവ് ചെയ്ത് കളയും. നമ്മൾ പിന്നെ പഴയ റേറ്റിലേക്ക് തന്നെ പോവും. സോ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ആൾ ഓഫ് യു.